tax in the book eduka. We are going to discuss about questions on composition scheme. Last ചെയ്ത question first ഒന്ന് കുറച്ച് വായിച്ചേ. Once traders, okay. So എഴുതുക. Hyundai Service Center. Hyundai Service Center. Hyundai Service Center. Registered under GST in state of Maharashtra. Registered under GST in the state of Maharashtra. Provides car servicing to various customers. Provides car servicing to various customers intrastate. Turnover of the preceding financial year is 45 lakhs. Turnover of the preceding financial year is 45 lakhs. And turnover of first quarter of current financial year. And turnover of first quarter of current financial year is 48 lakhs. 48 ലക്ഷം. Which includes 30 lakhs from services. 30 lakhs from services and 18 lakhs from sale of goods. 18 lakhs from sale of goods. Determine whether he can apply for composition scheme. Determine whether he can apply for composition scheme. Adana aditha question. And the second question, determine the amount of tax to be paid. Determine the amount of tax to be paid. If composition tax rate is 6%, if composition tax rate is 6%, and normal tax rate is 12%. And normal tax rate is 12%. Normal tax rate is 12% for service, for goods and 18% for services. 12% for goods and 18% for services. 12% for goods and 18% for services. So, question എന്താണ് പറയുന്നത്? Question പറയുന്നു, കഴിഞ്ഞ വർഷം ഒരു കാർ സർവീസിംഗ് പറ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അവരെല്ലാം സംസാരിച്ചത്, നീയാണ് സംസാരിച്ചത്. പറയൂ. ക്ലാസ് ശ്രദ്ധിച്ചായിരിക്കുമ്പോ ബാക്കിയുള്ളവരോട് സംസാരിക്കില്ലേ? അതെ യോനെ തോടറ ഞാൻ കണ്ടതാണ്. എന്നാ ഈ ഉത്തരം പറയും. ക്വസ്റ്റ്യൻ കൊടുത്ത സോ ക്വസ്റ്റ്യൻ എന്താ പറയണത്? ക്വസ്റ്റ്യൻ പറയണു, ഒരു കാർ സർവീസിംഗ് ഷോപ്പാണ് നടത്തുന്നത്. ആ കാർ സർവീസിംഗ് ഷോപ്പിൽ കഴിഞ്ഞ കൊല്ലത്തെ ഫൈനാൻഷ്യൽ ഇയർ എത്രയായിരുന്നു? കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ എത്രയായിരുന്നു? സെയിൽസ് 45 ലക്ഷമാണ്. കറന്റ് ഫൈനാൻഷ്യൽ ഇയറിൽ ആദ്യത്തെ ക്വാർട്ടർ, അതായത് ആദ്യത്തെ 3 മാസം കഴിഞ്ഞപ്പോ അവരുടെ സെയിൽസ് എത്രയാണ്? 48 ലക്ഷമാണ്. ആ 48 ലക്ഷത്തിലെ 30 ലക്ഷം അവരെങ്ങനെയാണ് സമാഹരിച്ചത്? സർവീസ് ചെയ്തിട്ടും
ബാക്കി 18 ലക്ഷം എങ്ങനെയാ ഗുഡ്സ് സെല് ചെയ്തിട്ടുമാണ്. ഈ വ്യക്തിക്ക് കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റുമോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. വെദർ ഹി ക്യാൻ ടേക്ക് കോമ്പോസിഷൻ സ്കീം ഓർ നോട്ട്. വെദർ ഹി ക്യാൻ ടേക്ക് കോമ്പോസിഷൻ സ്കീം ഓർ നോട്ട്. ഓക്കെ, സോണ പറയും, സോണ പറയും, അത് കഴിഞ്ഞ് ഷബാബും പറയും. ആദ്യത്തെ ക്വസ്റ്റ്യൻ സോണയ്ക്കും, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഷബാബ്. എന്നാലും ഇന്നലത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോ ഒരു എന്നാലും ഇതാ പറയും. എന്താണിത്? എന്നാ ഷബാബ് പറയും. എന്താ ഞാൻ ഫസ്റ്റ് അല്ല, ഞാൻ കുറെ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ 10-20 ആയി. ജസീൽ പറ. യെസ്. എടുക്കാൻ പറ്റുമെന്ന് യോജിക്കുന്നവർ എത്ര പേരുണ്ട്? എന്താ പകുതിയിൽ നിൽക്കണ്? പറ്റും. ദേവി ഇവിടെ പറ്റും. അച്യുത് പറ്റും. പറ്റും. പറ്റൂല. വൈ? ഫസ്റ്റ് തിങ്, ശരിയാണ് 1.45 crore താഴെയാണ്. ബട്ട് ഇറ്റ് ഈസ് സർവീസ്. സർവീസിൽ 60 lakhന് താഴെയാണ് അല്ലേ? ഫൈൻ, 60 lakhന് താഴെയാണല്ലോ. ഓക്കെ, നൗ അവര് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് 60 lakhന് താഴെയാണ് എന്ന് പറയണു. ആൻഡ് അവരുടെ ഡാറ്റ ഒന്ന് നിങ്ങൾ നോക്കുക. ഡാറ്റ നോക്കുമ്പോ കഴിഞ്ഞതിൽ 45 ലക്ഷം ഉള്ളൂ. ഫൈൻ, ഒരു പ്രശ്നമല്ല. പക്ഷേ സർവീസ് ചെയ്യുന്നവര് ഗുഡ്സ് വിൽക്കാൻ പറ്റുമോ? സർവീസ് ഗുഡ്സ് ചെയ്യുന്നവർക്ക് ഒരു പരിധി വരെ സർവീസ് ചെയ്യാം. സർവീസ് ചെയ്യുന്നവര് ഗുഡ്സ് വിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമ്മൾ എന്താ റൂള് പഠിച്ചത്? നിങ്ങൾ ഗുഡ്സ് ആണ് വിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷമോ 10% ഓഫ് ദ ടേൺ ഓവറോ വിച്ച് എവർ ഈസ് ഹയർ, അതുവരയ്ക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സർവീസ് ചെയ്യാം. പക്ഷെ സർവീസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഗുഡ്സ് വിൽക്കാം? ഇല്ല. സോ ദാറ്റ് മീൻസ് സർവീസ് ചെയ്യുന്ന ഒരാള് ഗുഡ്സ് വിൽക്കാൻ പാടില്ല. സോ ഫസ്റ്റ് സർവീസിന്റെ സ്കീം പോയി, പ്രിസംപ്റ്റീവ് സ്കീം പോയി. രണ്ടാമത്തെ സ്കീം ഏതാ? കോമ്പോസിഷൻ ആണ്. ഇനി കോമ്പോസിഷൻ ആണ് എടുക്കുന്നതെങ്കിൽ എത്ര സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ? കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവറിന്റെ 10% പറ്റുള്ളൂ. ദാറ്റ് ഈസ് 4.5 lakh. 45 ലക്ഷത്തിന്റെ 10%, ദാറ്റ് ഈസ് 4.5 lakh or 5 lakh which ever is higher. 5 ലക്ഷമേ പറ്റുള്ളൂ. പക്ഷെ അവരെത്ര ചെയ്തു? 18 ലക്ഷത്തിന്റെ സർവീസ് ചെയ്തില്ലേ? കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റുമോ? നോ. സോ ഹി ഈസ് നോട്ട് എലിജിബിൾ ടു ടേക്ക് കോമ്പോസിഷൻ സ്കീം ഓർ പ്രിസംപ്റ്റീവ് സ്കീം. He is not eligible to take composition scheme or presumptive scheme. He is not eligible to take composition scheme or presumptive scheme. 60 lakh or 50 lakh സർവീസ് ചെയ്യുന്നവർക്ക് ഈ ക്ലാസ്സിലും ശ്രദ്ധിക്കലുണ്ടല്ലേ? ഇന്നലെ ഞാൻ വരച്ചു കാണിച്ചു തന്നിരുന്നു. മാനുഫാക്ചർ, ട്രേഡർ, റെസ്റ്റോറന്റ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, എന്താണ് പ്രിസംപ്റ്റീവ് സ്കീം? സർവീസ് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സ്കീമാണ് ഏത്? പ്രിസംപ്റ്റീവ് സ്കീം. ആ പ്രിസംപ്റ്റീവ് സ്കീമിൽ എത്ര ടേൺ ഓവറിന് താഴെയുള്ളവർക്ക് എടുക്കാൻ പറ്റുള്ളൂ? 60 ലക്ഷം ഓർ 50 ലക്ഷം. 60 ലക്ഷം പ്രീവിയസ്ലി ഫെബ്രുവരി 1 മുതൽ 50 ലക്ഷമാണ് അതിന്റെ പരിധി. അപ്പോ 50 ലക്ഷത്തിന്റെ താഴെയാണിത് വന്നിട്ടുള്ളത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അയാൾ സർവീസ് മാത്രമല്ല ചെയ്യുന്നത്, അയാൾ ഗുഡ്സും വിൽക്കുന്നുണ്ട്. സോ പ്രിസംപ്റ്റീവ് സ്കീം എടുക്കാൻ പറ്റില്ല. പിന്നെ ഗുഡ്സും സർവീസും ചെയ്യാൻ പറ്റുന്ന ഏക സ്കീം ഏതാ? കോമ്പോസിഷൻ സ്കീമാണ്. കോമ്പോസിഷൻ സ്കീമിൽ നിങ്ങൾ ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ സർവീസ് എത്ര ചെയ്യാൻ പറ്റുള്ളൂ? 5 lakhോ 10% ഓഫ് ദ ടേൺ ഓവറേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 10% ഓഫ് ദ ടേൺ ഓവർ 4.5 ലക്ഷവും 5 ലക്ഷവും ഏതാണോ ഹയർ? 5 ലക്ഷമാണ്. 5 ലക്ഷത്തിൽ കൂടുതൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് കോമ്പോസിഷൻ സ്കീമും എടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഏത് സ്കീമായിരിക്കും അയാൾ എടുക്കുക?
നോർമൽ സ്കീം ആയിരിക്കും എടുക്കുക. നോർമൽ സ്കീമിൽ എങ്ങനെയാ നിങ്ങൾ ടാക്സ് കാണുക? ഗുഡ്സിന്റെ എമൗണ്ട് എത്രയാണോ മൾട്ടിപ്ലൈഡ് ബൈ ഗുഡ്സിന്റെ ടാക്സ് റേറ്റ്, സർവീസസിന്റെ എമൗണ്ട് എത്രയാണോ മൾട്ടിപ്ലൈഡ് ബൈ സർവീസസിന്റെ ടാക്സ് റേറ്റ് അല്ലെ. ഗുഡ്സിന്റെ ടാക്സ് റേറ്റ് എത്രയാ അവിടെ കൊടുത്തിട്ടുള്ളത്? 12%. അല്ലെ. കറന്റ് ക്വാർട്ടറിൽ എത്ര രൂപയാ ഗുഡ്സ് വിറ്റിട്ടുള്ളത്? 18 ലക്ഷം. 18 ലക്ഷം ഇൻറ്റു 12%, 30 ലക്ഷം ഇൻറ്റു 18%. അങ്ങനെയല്ലേ വരിക? അങ്ങനെയാണ് ലയബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുക. ചെയ്തരണോ? എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? ഇതിന്റെ ആവശ്യമുണ്ടോ? ഗുഡ്സ് എത്ര സെല് ചെയ്തിട്ടുള്ളത്? 18 ലക്ഷത്തിന്റെ ഗുഡ്സ് സെല് ചെയ്തിട്ടുണ്ട്. 18 ലക്ഷം ഇൻറ്റു 12% അതിന്റെ GST അല്ലെ. ഇനി സർവീസസ് എത്ര ചെയ്തിട്ടുണ്ട്? 30 ലക്ഷം. അതിന്റെ GST എത്രയാ? 18%. എന്നാ ക്വസ്റ്റ്യൻ തന്നെ പറയണ്ടേ, ഞാൻ പറഞ്ഞതൊന്നല്ല. ഓക്കെ, സോ ദിസ് ഈസ് 5.4 ലാഖും ഇവിടെ 18 × 12 2.16 2.16 lakh. So in total 7.56 lakh GST pay ചെയ്യണം. ഇത് ക്വസ്റ്റ്യൻ ഒന്നല്ലോ, അത് വെറും മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഇത് പ്രിസംറ്റീവും കോമ്പോസിഷനും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് വരെ തന്നെ വേണം. കാരണം നമ്മൾ ഓൾറെഡി എടുത്ത ടോപ്പിക്കാണ്. അല്ല, നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അജ്മല് ഷബാബ് മിസ്സിംഗ് ആണ്. അച്യുത് പിന്നെ കോളിലിരുന്നു. ആ പരിപാടി ചെയ്യുന്ന ടൈം മൊത്തം കോളിലിരുന്നു. ഇന്നലെ ആരെങ്കിലും ആ ഇത് വരച്ചിട്ടിരുന്നോ? അല്ലേ? എന്താണൊക്കെ അറിയാത്തത്? ആ വരച്ചിട്ടിരുന്നു അല്ലേ? എഴുതിയോ? ഓക്കെ, സോ എഴുതുക. ഇനി അതിന്റെ അടിയിലേക്ക് എഴുതുക. അടിയിലേക്ക് എഴുതുക. ക്വസ്റ്റ്യൻ അല്ല, ആൻസർ ആണ്. അടിയിലേക്ക് എഴുതുക. അപ്പൊ അടിയിലേക്ക് എഴുതുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ആ ആൻസർ എഴുതിയോ? എവിടെ? അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ആരോ ഇങ്ങനെ ഇട്ടിട്ട് ഒരു നോട്ട് കൊടുക്കുക. ഓക്കെ, നമ്മളൊരു കമ്പ്യൂട്ടേഷൻ ഇപ്പൊ ചെയ്തില്ലേ? ആ കമ്പ്യൂട്ടേഷൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ആരോ താഴേക്ക് ഇട്ടിട്ട് ഒരു നോട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എഴുതുക ആസ് പെർ സർക്കുലർ 56. ആസ് പെർ സർക്കുലർ 56. ആസ് പെർ സർക്കുലർ 56. even though presumptive scheme does not specify about goods, presumptive scheme does not specify about goods, presumptive scheme doesn't specify about goods, actually a person can sell goods in presumptive scheme. Actually a person can sell goods in presumptive scheme. Sell goods in presumptive scheme. Hence the tax liability will be 48 lakh into 6%. 48 lakh into 6%. 48 lakh into 6%. എത്രയാ വരിക?
യെസ്, അത് കറക്റ്റ് അല്ലേ? സോ എന്താ അവിടെ പറയണത്? പ്രിസംപ്റ്റീവ് സ്കീം സർവീസസിനാണെങ്കിലും അതിൽ ഗുഡ്സ് വിൽക്കാൻ പാടില്ല എന്ന് എവിടെ പറയണില്ല? ആക്ട് പറയണില്ല. സോ ആസ് പെർ സർക്കുലർ എപ്പോഴാ ഇറങ്ങുക? ആരെങ്കിലും ഇത് വെച്ച് ചൂഷണം ചെയ്യുമ്പോൾ അതിനെതിരെ ഇറങ്ങുന്ന സർക്കുലർ ആണ്. അപ്പൊ സർക്കുലറിൽ എന്താ പറയണത്? ഈവൻ ദോ പ്രിസംപ്റ്റീവ് സ്കീമില് സർവീസസെ പറഞ്ഞിട്ടുള്ളെങ്കിൽ പോലും സർവീസസിന്റെ ഒപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ്സ് സെല് ചെയ്യാം. പക്ഷെ എന്തൊരു കാര്യമുള്ളൂ, മൊത്തത്തിനും 6% നമ്മൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. ക്ലിയർ ആണോ? ഓക്കെ. സോ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. $2.88 ഓക്കെ. സോ നെക്സ്റ്റ്, Sugam manufacturers has registered office in Punjab and Haryana. Has registered offices in Punjab and Haryana. And supplies goods to neighboring states. And supplies goods to neighboring states. Their aggregate turnover in the preceding year is sales goods to neighboring states. Their aggregate turnover in the preceding year is 51 lakhs. 51 lakhs. Is he eligible for composition scheme? 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 And compute tax liability. And compute tax liability. And compute tax liability. If normal tax rate is 18% and composition tax rate is 1%. If normal tax rate is 18% and composition tax rate is 1%. If normal tax rate is 18% and composition tax rate is 1%. പറയൂ, എടുക്കാൻ പറ്റുമല്ലോ? കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും? പറ്റൂല? പറ്റുന്നാണോ പറ്റൂലാന്നോ? ജസീൽ, ജസീൽ എന്താണ്? പറ്റും എന്നാ തോന്നുന്നത്? ഇതാ പറ്റും? പറ്റൂല? പറ്റും? രാമ പറ്റൂല? പറ്റും? പറ്റൂല? ദേവി പറ്റൂല? ഇവിടെ ശബാബ് വൈസ് പറ്റില്ല? കാശി പറ്റും? സോ പറ്റില്ല. റീസൺ, ഈവൻ ദോ 1.5 crore താഴെയാണെങ്കിൽ പോലും they are supplying to interstate transaction. ഇന്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് പറ്റില്ല? കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല. അല്ലേ? സപ്ലൈയിങ് ടു നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അടുത്ത സ്റ്റേറ്റിക്ക് സപ്ലൈ ചെയ്താൽ എന്താവും? അത് ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ് ആയിട്ട് മാറും. ഹലോ, ശിവാത്തോളം
ക്ലാസ് എടുക്കുക. റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതായത് മറ്റേ നമ്മൾ എടുത്ത ITC നമ്മൾ ക്ലെയിം ചെയ്ത ITC അത് രണ്ടും ഈക്വൽ ആണ് എന്നുള്ളത്. ആ മറ്റേ GSTയുടെ ലെഡ്ജർ ഇല്ലേ, അതിനെടുത്ത് ഇട്ടാലും മതി. ITC നമ്മൾ 3B ക്ലെയിം ചെയ്ത ITC ഒരു കോളത്തിൽ ഇടുക, നമുക്ക് 2B വന്ന ITC ഒരു കോളത്തിൽ ഇടുക. ഓരോ മാസമായിട്ട് എടുക്കാലോ നമുക്ക് അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Can a person paying tax under composition scheme, can a person, yes, can a person paying tax under composition scheme supply goods to special economic zone? Supply goods to special economic zone. Supply goods to special economic zone. സിമ്പിൾ ചോദ്യം. പറയൂ ജസീൽ. അവിടെ പറയൂ. പറ്റൂല. അവിടെ പറ്റും. പറ്റൂല. നടു. അവിടെ പറ്റില്ല. ഇവിടെ അത് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്, ഇത് സ്പെഷ്യൽ എക്കണോമിക് സോൺ. റാഷി പറ്റും. ആവർഷ എന്താണ് പറ്റാത്തത്? സോ എന്താണ് പറ്റില്ല? ബിക്കോസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നത് വേറൊരു കൺട്രി പോലെയാണ്. നമ്മൾ വേറൊരു സ്റ്റേറ്റിക്ക് ചെയ്താൽ തന്നെ പറ്റില്ല, പിന്നെ ഒരു വേറൊരു കൺട്രിയിലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പറ്റില്ല. ഒന്നുമില്ല. പറഞ്ഞോട് അച്യുത. ശരിയാണ്. Okay, next question. Raju is engaged in manufacturing of fly ash bricks. Manufacturing of fly ash bricks. Manufacturing of fly ash bricks. In the state of Kerala. In the state of Kerala. He only do intrastate transactions. His turnover is lesser than 1 crore rupees. His turnover is lesser than 1 crore rupees. Can he take composition scheme? Can he take composition scheme? Mark this as very, very, very important question.
അതും ക്വസ്റ്റ്യനിൽ എഴുതിയോ? സോന വെള്ളം ഉണ്ടോ? വെള്ളം ഇല്ല. പറയാ, ക്യാൻ ഹി ടേക്ക് കോമ്പോസിഷൻ സ്കീം? സോന പറയുന്നു നോ. പറയൂ. പറ്റൂല. അജ്മൽ പറയുന്നു പറ്റൂല. പറ്റും. സോണ പറയുന്നു പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ? പറ്റൂല. സംഭവം അവിടെ പറ്റൂല എന്ന് പറയുന്നത് ഞാൻ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞോണ്ട. സോ എഴുതുക, ഫ്ലൈ ആഷ് ബ്രിക്സ് ആർ നോട്ട് എലിജിബിൾ ഫോർ കോമ്പോസിഷൻ സ്കീം. ഫ്ലൈ ആഷ് ബ്രിക്സ് ആർ നോട്ട് എലിജിബിൾ ഫോർ കോമ്പോസിഷൻ സ്കീം. എയറേറ്റഡ് വാട്ടറിന് ശേഷം ആഡ് ഫ്ലൈ ആഷ് ബ്രിക്സ്. ചാപ്റ്ററിൽ നമ്മൾ കുറച്ചെണ്ണം പറഞ്ഞിട്ടുണ്ട്. ടൊബാക്കോ, എഡിബിൾ ഐസ്ക്രീംസ്, എയറേറ്റഡ് വാട്ടർ. അത് കഴിഞ്ഞിട്ട് ആഡ് ഫ്ലൈ ആഷ് ബ്രിക്സ്. ഫ്ലൈ ആഷ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കരി കൊണ്ടുണ്ടാക്കുന്ന ഇഷ്ടിക അല്ല. ഫ്ലൈ ആഷ് ബ്രിക്സ് അല്ല, മറ്റേത് ബ്രിക്സ് അല്ല. യെസ്, നോട്ട് എലിജിബിൾ ഫോർ കോമ്പോസിഷൻ സ്കീം. ഓരോരോ അടവ് ഇങ്ങനെ ഇറക്കണല്ലേ. അതിപ്പോ നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ഫ്ലൈ ആഷ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ നോട്ട് എലിജിബിൾ. ആഡ് ചെയ്തോ? Okay, next question. Mr. Amar is running a consultancy firm. Oh, നമ്മൾ ഓൾറെഡി ചെയ്ത പോലെ ഉണ്ട്. And also a ready-made garment showroom. ചെയ്തില്ലേ? സോ അത് വിടുക, അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. Mr. Zaid, അടുത്ത ക്വസ്റ്റ്യൻ. Mr. Zaid registered in Himachal Pradesh, engaged in making interstate supplies of apparels. Is engaged in interstate sales of apparels. ചെരുപ്പ്, apparels. Okay. The turnover in the previous year is 70 lakh. The turnover in the previous year is 70 lakh. The turnover in the previous year is 70 lakh. He opted for composition levy. Okay, but the proper officer levied penalty for violating the law. The proper officer
levied penalty for violating the law, whether the action of the officer is correct or not. Whether the action of the officer is correct or not. Whether the action of the officer is correct or not. ചോദ്യം എന്താണ്? ഹിമാചൽ പ്രദേശില് അപ്പാരൽസ് കട നടത്തുന്ന ഒരു വ്യക്തി, അയാള് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്നു. അയാളുടെ ടേൺ ഓവർ 70 ലക്ഷമാണ്. അയാൾക്ക് കോമ്പോസിഷൻ സ്കീം അയാൾ ഓപ്റ്റ് ചെയ്തു, അയാൾ എടുത്തതിന് ശേഷം അയാൾ റിട്ടേൺ ഫയൽ ചെയ്ത സമയത്ത് GST ഓഫീസർ എന്ത് ചെയ്തു? പിഴ ചുമത്തി. എന്തിന്? നിങ്ങൾ നിയമം തെറ്റിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിഴ ചുമത്തി. ഈ ഓഫീസറിന്റെ തീരുമാനം തെറ്റാണോ അതോ ശരിയാണോ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. റീസൺ because it is an interstate supply, so the action taken by the officer is correct. Next question. The due date for payment of tax. The due date for payment of tax. The due date for payment of tax by a person under composition scheme. By a person under composition scheme. Is aligned with the date of payment of tax. Is aligned with the date of payment of tax. Whether this sentence is correct or not. Whether this sentence is correct or not. Mark as important. Whether this statement is correct or not. Now question is, എന്താണ് നിങ്ങൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. അത് ക്വസ്റ്റ്യൻ അല്ലടാ, അവസ്ഥ. ക്വസ്റ്റ്യൻ മനസ്സിലായവരുണ്ടോ? ഞാൻ സിമ്പിൾ ചോദ്യമാണ്. ചോദ്യം ചോദിക്കുന്നത്, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത ഒരാള് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റും ടാക്സ് പേ ചെയ്യേണ്ട ഡേറ്റും ഒന്നാണ് എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് കറക്റ്റ് ആണോ അല്ലയോ? അത്രേ ഉള്ളൂ ചോദ്യം. ശരിയാണോ അത് തെറ്റാണോ? തെറ്റോ? റീസൺ? സോ ടാക്സ് അടയ്ക്കുന്നത് ഏതാ? CMP08 ആണ്. അത് ക്വാർട്ടർലി ആണ് ചെയ്യുന്നത്. പക്ഷെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എപ്പോഴാ? ആനുവലി ആണ്. സോ ബോത്ത് ദ ഡേറ്റ്സ് ആർ നോട്ട് അലൈൻഡ്. അതാണ് അതിന്റെ ഉത്തരം. ബോത്ത് ദ ഡേറ്റ്സ് ആർ നോട്ട് അലൈൻഡ്. സോ CMP08ന്റെ ഡേറ്റ് എന്നാണ്? ക്വാർട്ടർ കഴിഞ്ഞ് നെക്സ്റ്റ് മാസത്തിലെ 18-ാം തീയതി അല്ലെ? ആനുവൽ റിട്ടേണിന്റെ ഡേറ്റ് എന്നാണ്? ഏപ്രിൽ 30-ാം തീയതി. എന്താ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്ത്? ഏപ്രിൽ 30. Next question. A person availing composition scheme. A person availing composition scheme.
In Haryana during a financial year, in Haryana during financial year, crosses the turnover of 1.5 crore. Crosses the turnover of 1.5 crore. In the month of December, in the month of December, okay, question is, will he be able to pay tax under composition scheme? Will he be able to pay tax under composition scheme till March 2024? Till March 2024. Will he be allowed to pay tax under composition scheme till March 2024? അതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഉത്തരം എന്താ? എന്താ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എന്താ? മനസ്സിലായോ? എവിടെയുള്ള വ്യക്തിയാണ്? ഹരിയാനയിലുള്ള ഒരു വ്യക്തി ഓൾറെഡി കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അയാൾക്ക് ആ വർഷം 1.5 കോടിയുടെ ടേൺ ഓവർ ക്രോസ് ചെയ്ത് പോയി. ഏത് മാസം? ഡിസംബർ മാസം. ഇനിയും 3 മാസം മുമ്പ് കിടക്കുക, ജനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച്. അപ്പോ അയാൾ ചോദിക്കുകയാണ്, ഞാൻ കോമ്പോസിഷൻ സ്കീമിൽ മാക്സിമം പറഞ്ഞ ടേൺ ഓവറും കടന്നുപോയി, മാർച്ച് വരെ എനിക്ക് കോമ്പോസിഷൻ സ്കീമിൽ തുടരാൻ കഴിയുമോ? അതിനുശേഷം മാത്രം നോർമൽ സ്കീമിലേക്ക് മാറ്റിയാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. എന്താ അങ്ങനെ എഴുതിയോണ്ട് മാത്രം മാർക്ക് കിട്ടൂല, ബാക്കിയുള്ള പ്രൊസീജിയർ കൂടെ പറയണം. സോ മാർക്ക് ഇറ്റ് ആസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, നൗ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സാഹചര്യം മാത്രമല്ല, ചിലപ്പോ എയറേറ്റഡ് വാട്ടർ ഒക്കെ നമ്മൾ എടുത്തിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങും, പെട്ടെന്നുള്ള ചേഞ്ച് ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു വിധത്തിൽ കോമ്പോസിഷൻ സ്കീം അനുവദിക്കാത്ത ഒരു ഇടപാട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 7 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ സ്കീമിലേക്ക് മാറ്റാനുള്ള ആപ്ലിക്കേഷൻ ഇടണം. ഓക്കെ, 30 ദിവസത്തിന്റെ ഉള്ളില് സ്റ്റോക്ക് ഓഫ് ഇൻപുട്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എന്താണ്? എത്ര സ്റ്റോക്ക് നമ്മളുടെ കയ്യിലുണ്ട് എന്നുള്ള വിവരം നമ്മൾ ഡിപ്പാർട്ട്മെന്റിന് സബ്മിറ്റ് ചെയ്യണം. ഈ 2 പ്രൊസീജിയർ മസ്റ്റ് ആണ്. എന്തൊക്കെയാണ്? 7 ദിവസത്തിന്റെ ഉള്ളിൽ കോമ്പോസിഷൻ സ്കീം വിഡ്രോ ചെയ്യാനുള്ള ആപ്ലിക്കേഷനും 30 ദിവസത്തിന്റെ ഉള്ളിൽ സ്റ്റോക്ക് ഓഫ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റും നമ്മൾ ആർക്ക് കൊടുക്കണം? ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? വിൽ ഹി ബി ഏബിൾ ടു കണ്ടിന്യൂ? നോ. വിത്തിൻ 7 days he should submit withdrawal application from composition scheme, and within 30 days he should submit a statement of inputs to the department. Within 30 days he should submit a statement of input to the department. Clear now? Okay, next question. Next question, can a person opted for composition scheme, take input tax credit? സോ നിങ്ങൾക്ക് അറിയാം, നോ അല്ലെ, കോമ്പോസിഷൻ സ്കീമിൽ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ കഴിയില്ല. നോ, ഹി ഈസ് നോട്ട് എലിജിബിൾ ടു ടേക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, can a person paying tax under composition scheme issue tax invoice under GST? Mark it as very important.
issue tax invoice under GST. Issue tax invoice under GST. Issue tax invoice under GST. Now എന്താണ് ഉത്തരം? Can he issue tax invoice under GST? So ഇതൊന്നും ഇല്ല. Reason. വെരി വെരി ഇമ്പോർട്ടന്റ് പറഞ്ഞ അപ്പൊ അവര് ഉറപ്പിക്കും നോ. വായിച്ചു, ഓക്കെ. തിരിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെങ്കിലും ഒരു ഉപകാരം ഉണ്ടല്ലോ. ബാക്കി സോ എന്താണ്, ടാക്സ് ഇൻവോയ്സ് അടിക്കാൻ പറ്റുമോ? വൈ? നൗ ഇതാണ് വ്യത്യാസം. അതായത് നമുക്ക് ടെക്സ്റ്റിന്റെ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ എന്നല്ല, അത് ലോജിക്കാണ്. ലോജിക്ക് നിങ്ങൾക്ക് വർക്ക് ആവോ ഇല്ലേ എന്നുള്ളതുള്ള ടെസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. എന്താ ടാക്സ് ഇൻവോയ്സ്? ടാക്സ് അടക്കമുള്ള ഇൻവോയ്സ്, ദാറ്റ് ഈസ് ടാക്സ് ഇൻവോയ്സ്. ടാക്സ് എഴുതിയിട്ടുള്ള ഇൻവോയ്സ്. സോ നമ്മളൊരു വരി പഠിച്ചിട്ടുണ്ട് കോമ്പോസിഷൻ സ്കീമിൽ, ഹി ഈസ് നോട്ട് ലയബിൾ ടു കളക്ട് ടാക്സ്. പഠിച്ചിട്ടുണ്ടോ? കോമ്പോസിഷൻ സ്കീം അപ്ലൈ ചെയ്തവര് ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. എഴുതിയിട്ടുണ്ടോ? അവര് ടേൺ ഓവറിന്റെ പുറത്തൊരു നിശ്ചിത ശതമാനം മാത്രം അടയ്ക്കുക. അത് അവര് ആരുടെ നിന്ന് കളക്ട് ചെയ്യാൻ പാടില്ല? കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ പാടില്ല. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് എന്ത്? ടാക്സ് ഇൻവോയ്സ്. സോ കോമ്പോസിഷൻ സ്കീമിൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പാടുമോ? നോ, നോ. ഓക്കെ, അപ്പൊ എന്താ അവർ ഇഷ്യൂ ചെയ്യുന്നത്? ദേ ഇഷ്യൂ ബിൽ ഓഫ് സപ്ലൈ. എന്താണ്? ബിൽ ഓഫ് സപ്ലൈ. ഓക്കെ, സോ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തവര് ടാക്സ് കളക്ട് ചെയ്യാൻ പാടില്ല. ഹെൻസ് they are not eligible to issue tax invoice. Instead they are issuing bill of supply. ആ bill of supply എന്തുണ്ടായിരിക്കണം? They are composition registered person എന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ? ബോർഡിലും ബില്ലിലും എന്ത് വേണം? They are composition registered person എന്ന് നോട്ട് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. Okay, next question. Can a person making application for fresh registration under GST, opt for composition scheme at the time of applying for GST? At the time of applying for GST. Now എന്താ ചോദ്യം പറയുന്നത്? കോമ്പോസിഷൻ സ്കീം എടുക്കേണ്ട ആൾക്കാർക്ക് പുതിയ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് തന്നെ കോമ്പോസിഷൻ സ്കീമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതോ ആദ്യം നോർമൽ സ്കീം എടുത്തതിന് ശേഷം പിന്നീട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യം തന്നെ കോമ്പോസിഷൻ സ്കീമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതോ ഫസ്റ്റ് നോർമൽ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം പിന്നീടാണോ നമ്മൾ കോമ്പോസിഷൻ സ്കീമിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്? സോ ആദ്യം തന്നെ എടുക്കാൻ പറ്റും. ദാറ്റ്സ് ആൻസർ. അതുകൂടെ പറഞ്ഞു. ജനറിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? നിങ്ങൾക്ക് കോമ്പോസിഷൻ സ്കീം ആദ്യം അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതോ നോർമൽ സ്കീം എടുത്തിട്ട് പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ വിൽക്കുന്നത് എയറേറ്റഡ് ഡ്രിങ്ക് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഇനെലിജിബിൾ ആയി പോകും. അവര് ഓപ്ഷൻ തന്നെ കാണിക്കില്ല. നിങ്ങൾ ഫ്രഷ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഒന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അല്ലേ? ചോദ്യത്തിൽ ഇവിടെ ഇനെലിജിബിൾ ആയിട്ടുള്ള സാധനം ഉണ്ടോ ഒന്നും അല്ല ചോദ്യം. ചോദ്യം എന്താ? നിങ്ങൾക്ക് ആദ്യം എടുക്കാൻ പറ്റുമോ, അതായത് ആദ്യം നോർമൽ എടുത്തിട്ട് പിന്നെ അപ്ലൈ ചെയ്യണോ, അതോ ആദ്യം തന്നെ കോമ്പോസിഷൻ സ്കീം ആയിട്ട് തന്നെ മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. യെസ്, ഇറ്റ്സ് പോസിബിൾ. ഓക്കെ, next question.
Can the option to pay tax under composition levy can be exercised at any time of the year? ഓക്കെ, എന്താ ചോദ്യം? എന്താ? നോർമൽ സ്കീം എടുത്തിട്ടുള്ള ഒരാൾക്ക് ഒരു ഇയറിന്റെ ഇടയിൽ കോമ്പോസിഷൻ സ്കീം ആക്കി മാറ്റാൻ പറ്റൂ? നേരെ ഉൾട്ടാ. നോർമൽ സ്കീമിൽ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു വർഷത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ആൾക്ക് തോന്നുകയാണ് കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറ്റണം എന്ന് തോന്നിയാൽ മാറ്റാൻ പറ്റുമോ? നോ. എപ്പോഴേ മാറ്റാൻ പറ്റുള്ളൂ? അറ്റ് ദ എൻഡ് ഓഫ് ദ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിന് നമുക്ക് കോമ്പോസിഷൻ സ്കീം വേണമെങ്കിൽ ഈ ഫൈനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് വേണം നമ്മൾ അപ്ലൈ ചെയ്യാന്. അടുത്ത വർഷത്തേക്ക് നമുക്ക് കോമ്പോസിഷൻ സ്കീം വേണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ് ബിഫോർ ദ ബിഗിനിങ് ഓഫ് ദി ഫൈനാൻഷ്യൽ ഇയർ. അല്ലെ, അടുത്ത ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. എഴുതിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Can a person having branches registered separately under same PAN, okay, opt to pay tax under composition scheme, for any one of its branches, while paying tax for others at normal rates. എന്താ ചോദ്യം? ഒരു പാനിന്റെ കീഴില്, എന്റെ പാനിന്റെ കീഴിൽ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉണ്ട്, എനിക്ക് 3-4 ബ്രാഞ്ച് ഉണ്ട്. അതിൽ ഒരു ബ്രാഞ്ച് മാത്രം എനിക്ക് കോമ്പോസിഷൻ സ്കീമും ബാക്കി 3 ബ്രാഞ്ചുകൾ എനിക്ക് നോർമൽ സ്കീമിലും ആക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. ഒന്നെങ്കിൽ എല്ലാതും കോമ്പോസിഷൻ സ്കീം, അല്ലെങ്കിൽ എല്ലാതും നോർമൽ സ്കീം. ഇതേ പോസിബിൾ ആയിട്ട് ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ഓവർ കോമ്പോസിഷൻ സ്കീം. എത്ര ക്വസ്റ്റ്യൻ ചെയ്തു നമ്മള്? 7 22 ക്വസ്റ്റ്യൻ. സോ മൊത്തത്തിൽ നമ്മൾ 112 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട് 3 ചാപ്റ്ററിൽ.